ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ ദ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാഗനിലെ 3rd ഡേ ആണ്. ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു പാനോറമിക് ട്രെയിൻ ജേർണി ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് മെയിൻ്റെനൻസിന് കേട്ടിരിക്കണായിരുന്നു. നമുക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പക്ഷെ അത് വേറെ സ്ഥലത്തുനിന്ന് പോവായിരുന്നു. അത് പക്ഷെ ബേൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പ്രോവിൻസിന്റെ സൗത്തിലായിട്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 2.5 മണിക്കൂറോളം യാത്രയുണ്ട്. തിരിച്ച് 2.5 മണിക്കൂർ. അങ്ങനെ വൈകുന്നേരം വരുമ്പോഴത്തേനും ഒരു 6 മണിയൊക്കെ ആവും. ഇവിടെ 5:30 ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് സുറിച്ചിലേക്ക് പോകുന്നത് ഒന്നും കാണാൻ പറ്റില്ല. നമ്മള് ട്രെയിനിൽ തന്നെ സുറിച്ചിൽ ഇന്ന് തന്നെ പോകാൻ നോക്കിയിരിക്കണം. അപ്പൊ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് പോവാണെങ്കിൽ ആ ജേർണിയും കൂടെ എൻജോയ് ചെയ്യാൻ നോക്കും. ഇവിടെ ഒന്നും മിസ് ചെയ്യാനില്ല. ശരിക്കും ട്രെയിൻ ജേർണി പകല് തന്നെ പോകണം എന്നാണ് എന്റെ അഭിപ്രായം. സോ നമ്മൾ അങ്ങനെ ഇപ്പം പാനോറമിക് ട്രെയിനിന് പകരമായിട്ട് നമ്മളൊന്നൊരു ബോട്ട് ജേർണിക്ക് പോവാണ്. ആ ബോട്ടിന് വേണ്ടി കാത്തു നിൽക്കുവാണ്. അവിടെ നിന്നാണ് ബോട്ട് വരുന്നത്. ഇന്റർലാഗനിലെ 2 ബോട്ട് ജേർണി ഉണ്ട്. അതിൽ ഒരെണ്ണം വിന്റർ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഒക്ടോബർ പകുതി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞു. നമ്മുടെ ലുസൈനിൽ പോയ സെയിം രീതി ഇന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് പോകുന്ന ഒരു ബോട്ട് ജേർണിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. കാലാവസ്ഥ മൊത്തത്തിൽ ഇന്നലത്തെ പോലെയല്ല, മൊത്തം മൂടി കെട്ടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്തിട്ടില്ല ഇതുവരെ. അതെ, ഇച്ചിരി അങ്ങ് ചെല്ലുമ്പോൾ ആ ഭാഗത്തേക്ക് ഇച്ചിരി വെയിൽ കാണുന്നുണ്ട്. സോ ഇവിടെ കൊണ്ട് ഇറങ്ങുമ്പോൾ ഭംഗിയാകുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടി പക്ഷെ അവർ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞു വൈകുന്നേരം. ഇവിടെ എല്ലാ ഹോട്ടലുകളിലും നമ്മൾ ചെക്ക്ഔട്ട് ചെയ്താലും നമ്മുടെ ലഗേജ് അവര് അന്നൊരു ദിവസം വൈകിട്ട് വരെ കീപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അന്നൊരു ദിവസം കൂടി അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ ഹോട്ടലിലും അങ്ങനെ തന്നെ. ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടലും അത് ഭയങ്കര നല്ല, നമുക്ക് ടൂറിസ്റ്റിന് ഭയങ്കര ഗുണമുള്ളത്. ഈവൻ ലൂസേണിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ചോദിക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് അറിയത്തില്ല. ഏതായാലും നമ്മൾ സൂറിച്ച് ചെല്ലുമ്പോൾ ചോദിച്ചു നോക്കാം അവിടെ ഉണ്ടോന്ന്. അപ്പൊ ഇപ്പൊ നമുക്ക് ബോട്ട് ജേർണി എൻജോയ് ചെയ്യാം. ബോട്ടിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുവാണ്. അങ്ങനെ ഈ കനാല് പോലെയുള്ള ഈ സ്ഥലത്തോട് ഇത്രയും ദൂരം പുറകോട്ടേക്ക് വന്ന അവസാനം നമ്മൾ യഥാർത്ഥ ലേക്കിൽ വന്ന് ചാടിയിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ബോട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ പുറകിലാണ് ഇരുന്നത്. ഇത്ര നേരം ബോട്ടിന്റെ പുറത്തിരുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ അടിച്ചു കേട്ടോ. അകത്ത് കയറിയപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് അകത്തിരുന്ന് തന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. ഞാൻ ഒരു സ്കൂപ്പ് ഐസ്ക്രീം പറഞ്ഞു, അനുവാണെങ്കിൽ ഒരു ചായയും പറഞ്ഞിട്ടുണ്ട്. സ്പൈസ് എന്ന് പറഞ്ഞൊരു ബോട്ട് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, ബോട്ടിന് അങ്ങ് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് മിനിമം 2 മണിക്കൂറോടെ ലേറ്റ് ആവും. അങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സൂറസിലേക്കുള്ള യാത്ര രാത്രിയായി പോകും. സോ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ട്രെയിൻ പിടിച്ച് തിരിച്ചു പോവാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി യാത്ര ഒഴിവാക്കുക, പകൽ യാത്ര ചെയ്യുക. രാത്രി കട്ടോണ്ട് പോകുന്നുണ്ടല്ലോ കേട്ടോ. രാത്രി യാത്ര ചെയ്താൽ പലതും മിസ്സാവും. പകൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്കെല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മളിവിടുന്ന് ഏതായാലും ആക്ച്വലി നമ്മൾ ബോട്ടിൽ വെച്ച് 2 മലയാളികളെ പരിചയപ്പെട്ടായിരുന്നു. അവർ മിസ്സായി. അവർ ബോട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. അത് 2 സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച്
ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടക്കും. നമ്മുടെ ആപ്പിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ബസ് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ല സോറി, ട്രെയിൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബസ് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഏതായാലും നേരത്തെ പോകുന്ന ട്രെയിനകത്തുകൊണ്ട് ട്രെയിനിൽ തന്നെ കയറി പോയേക്കാന്ന് വെച്ചു. 20 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ ഇവിടുത്തെ സ്റ്റേഷനിലേക്ക്. 3 മിനിറ്റ് ബോട്ടയിലോട്ട്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങ് താഴേന്ന് നടന്ന് ഇവിടം വരെ എത്തി. ഇനിയും പോകാനുണ്ട്. നടന്നൊരു പരുവായി കേട്ടോ. ആദ്യമായൊരു സെമായി കണ്ടു. രണ്ട് 5-നെ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അവിടുന്ന് ബോട്ടയിൽ ഇറങ്ങി കുറച്ച് ദൂരം നടന്നു വന്ന നേരെ നമ്മൾ ട്രെയിൻ തിരിച്ച് നമ്മൾ ഇന്റർലാഗൻ വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന ലേക്കിൽ കൂടെ തന്നെ കേട്ടോ നേരത്തെ നമ്മൾ ബോട്ടും കൊണ്ട് അങ്ങോട്ട് പോയത്. നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാലിയിലുള്ള വീടൊക്കെ കാണാനായിട്ട് എന്നാ ഒരു ഭംഗിയാന്ന് നോക്കി. വെസ്റ്റിൽ വന്നിറങ്ങി. ഇന്റർലാഗൻ വെസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഇപ്പോൾ ഒരു രക്ഷയില്ല. രാവിലെ പോയൊരവസ്ഥയല്ല. ഏതായാലും ഇവിടെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. രാവിലെ തൊട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുവാണ്. മീക്രോ എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് കേട്ടോ. MIGROS, മീക്രോസ് എന്നാണ് ഇവർ പറയുന്നത്. മീക്രോസ് എന്നാണ് ഇവർ പറയുന്നത്. മീക്രോസ് എന്നാണ്, മൈക്രോസ് എന്ന് വായിക്കാം. പക്ഷേ ഇവരിവിടെ പറയുന്നത് മീക്രോസ് എന്നാണ്. ഏതായാലും നമ്മളതിൻ്റെ അകത്തോട്ടൊന്ന് കയറുവാണ്. ഇവിടെ ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ. ഇതിനകത്ത് ആക്ച്വലി ഇതൊരു മോളാണ് ആക്ച്വലി. എല്ലാം കോസ്മെറ്റിക്സ്. മീക്രോസിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി. ഇത് ആക്ച്വലി ഇത് എല്ലാ സാധനവും ഇത് മീക്രോസിൻ്റെ ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. ഇത് അവരുടെ ഫ്ലവേഴ്സ് സെക്ഷനാണ്. ഫ്ലവേഴ്സിന് തന്നെയായിട്ടൊരു സെക്ഷനുണ്ട്. പിന്നെയുള്ളത് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളുമാണ്. ഇതിവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പുറത്തെ ഇലക്ട്രോണിക്സ് തുണിയെടുത്ത് മീക്രോസിൻ്റെ തന്നെ ഇലക്ട്രോണിക് സെക്ഷനാണ് കേട്ടോ. നമ്മുടെ US ബെസ്റ്റ് ബൈയിലുള്ള കൂട്ടം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ റേറ്റ് എനിക്ക് തോന്നുന്നു US തന്നെയാണ് കുറച്ചും കൂടെ ചീപ്പറെന്ന് തോന്നുന്നു.
യൂഷ്വൽ ഇവിടെയും ഉണ്ട് കേട്ടോ വാച്ചുകൾ. അങ്ങനെ മീക്രോസിൻ്റെ നമ്മൾ ഗ്രോസറി സെക്ഷനിലേക്ക് കയറി. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. വാൾമാർട്ട് പോലെ തന്നെ അതിന് അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. സോ ഇതാണ് കേട്ടോ ആക്ച്വലി ഇവിടുത്തെ ഒരു മിനി വാൾമാർട്ട് അല്ലേ? വാൾമാർട്ടിന് അത്ര ഒന്നുമില്ല കേട്ടോ, ഒരു മിനി വാൾമാർട്ട് എന്ന് വേണേൽ പറയാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി. നമ്മൾ ഇപ്പോൾ സമയം ഏതാണ്ട് 3:23 നമ്മൾ നേരെ 4:05 ഇവിടെ നിന്നൊരു ഡയറക്റ്റ് ട്രെയിനുണ്ട് സൂരജിന് പോകാനായിട്ടുള്ളത്. സോ അത് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് നടക്കുവാണ്. ഇവിടെ നിന്നൊരു 3 മിനിറ്റ് നടന്നാൽ മതി ഹോട്ടലിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് നടക്കുവാണ് കേട്ടോ. ഹോട്ടലിൽ പോയി നമുക്ക് പെട്ടിയെല്ലാം കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരണം. ഇവിടെ തന്നെ വരേണ്ടത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഇന്റർലാഗൻ വെസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് സൂറത്തിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ പെട്ടിയെല്ലാം എടുത്തിട്ട് വരാം. കാരണം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഇവിടുന്ന് മേടിച്ചു. കാര്യം നമ്മൾ ലിൻഡൽ ഫാക്ടറി പോകുന്നുണ്ട്. സോ ബാക്കി നമുക്ക് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വലിയ കുഴപ്പമില്ലാതില്ല. 1 കിലോ ചോക്ലേറ്റിനാണ്ട് 20 സ്വിസ് ഫ്രാങ്ക് അല്ലേ, 19.50. ഐ മീൻ നിലവിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഇവിടെയായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, ട്രാഫിക് സിഗ്നലിൽ കിടക്കുന്നുണ്ട് ഒരു കുതിരവണ്ടി കിടക്കുന്നുണ്ടോ. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഈ കാടുകളുടെ ഇടയിൽ ഒരു കുതിരവണ്ടി കിടക്കുന്നുണ്ടോ. അപ്പോൾ അതെ, ഈ വളവങ്ങ് തിരിഞ്ഞാൽ തൊട്ടടുത്ത ബ്ലോക്കിലാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു മൂട്ടയുടെ ഒക്കെ വലുപ്പമുള്ളൊരു വണ്ടി പോകണുണ്ടോ. നമ്മുടെ നാനോ കാറിനൊക്കെ ചെറുതാട്ടോ. ഒരാൾക്ക് മാത്രമല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. പെട്ടിയൊക്കെ തള്ളി 4 പെട്ടിയും തള്ളി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സമയം ഏതാണ്ട് 3:51 ആയുള്ളൂ. നമ്മൾ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമുക്ക് ട്രെയിൻ പോകുന്നതും. അത് ഇനി നമുക്ക് 10 മിനിറ്റോടെ സമയമുണ്ട്. സാനു ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടുത്തെ കടയിൽ ഒന്ന് കയറി ചോദിക്കാമെന്ന് വെച്ചു. അതായത് നമുക്ക് പെട്ടിയൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോയേക്കാം. നമ്മൾ അത്യാവശ്യം ട്രെയിനിൽ കയറുന്ന സെറ്റായി മേളത്തെ ഡെക്കിലാട്ടോ എടുത്തത്. നമ്മുടെ പെട്ടിയൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ അവിടെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാം വെച്ചു. നമ്മൾ 2 കബാബും 2 കോഫിയൊക്കെ മേടിച്ച് കയറി. ട്രെയിനിൻ്റെ അകത്ത് ഓൾറെഡി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. സോ കോഫിയൊന്നും മേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ നമ്മളേതായാലും പുറത്തുനിന്ന് മേടിച്ചു. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഇതിൻ്റെ റേറ്റും ഇപ്പോൾ ട്രെയിനിലും ബസ്സിലും ബോട്ടയിലും ഒക്കെ ഉള്ള റേറ്റും സെയിമാണ്. റേറ്റെല്ലാം സെയിമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഇങ്ങനെ ട്രെയിനിൽ കയറി കഴിക്കുമ്പോൾ വില കൂടുതലാണെന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. ഇവിടെ ഇഷ്ടം പോലെ പശുക്കളാട്ടോ. ലൈക്ക് എല്ലാവരും വീടിൻ്റെ ബാക്ക് സൈഡ് നിറച്ചും പശുക്കളാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ സൂരജിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. സമയം 4 മണിയായി. അവരൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം, വിളിച്ച് പറയണം. സാധാരണ 3 മണി, ഒരു 10 മണിക്കുള്ളിലൊക്കെ നമ്മൾ എത്തില്ലെങ്കിൽ വിളിച്ച് പറയണം. പക്ഷേ ഇവിടെ നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു സേഫ്റ്റിക്ക് എപ്പോഴും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഒന്നുകൂടെ വിളിച്ച് കൺഫേം ചെയ്യാറുണ്ട്. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വരുന്നവർക്ക് ഞാനൊരു ആപ്പും കൂടെ പരിചയപ്പെടുത്തി തരാം. അതായത് ഇതാണ് ആപ്പ്, SBB മൊബൈൽ എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ ആപ്പ് എടുക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഉദാഹരണം ഇവിടെ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ടൈം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ള ഓപ്ഷൻസ്, ഈ ഡോട്ട് കാണിക്കുന്ന എല്ലാം ഓരോ സ്റ്റോപ്പാണ് അല്ലെങ്കിൽ ഓരോ ട്രാൻസിറ്റുകളാണ്. ചിലപ്പോൾ ഇത് എടുക്കുവാണെങ്കിൽ കാണുന്നുണ്ടോ, അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത ട്രെയിൻ മാറി കയറണം. പിന്നെ അതിന് വീണ്ടും അടുത്ത ട്രെയിൻ മാറി കയറി സൂരജ് ഹബ്ബിൽ ചെല്ലും. അപ്പോൾ ഡോട്ട് ഇല്ലാത്ത ട്രെയിനാണ് അവിടെ 6:05 ഇന്റർലാഗൻ വെസ്റ്റിൽ നിന്ന്. പക്ഷെ നമ്മൾ കയറിയത് 4:05 കണ്ടോ, 4:05 ട്രെയിനാണ് നമ്മൾ കയറിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ട് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ ബിസി ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉദാഹരണം നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്റ്റോപ്പുകൾ കാണിക്കും. ഇതുണ്ട് ഫസ്റ്റ് ക്ലാസ്സിന് ഇത്രയും ബിസി, സെക്കൻഡ് ക്ലാസ്സിന് ഏറ്റവും കുറച്ച് ബിസി, ഇത് വെച്ചാൽ ബിസി കുറവാണെന്ന് അർത്ഥം. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, ഇത് വരുമ്പോൾ ബേൺ തൊട്ട് സെക്കൻഡ് ക്ലാസ്സിൽ ബിസി ആയിരിക്കും എന്ന് കാണിച്ചിട്ടുണ്ട്. സൂറിക്കിൽ ബേൺ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് സൂറിക്കിലാണ്. സൂറിക്കിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂറിച്ച് ഹബിലാണ്, ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ നമുക്ക് 6:05 ചെല്ലും, അവിടെ നമുക്ക് ഇറങ്ങുകയും ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെയും ട്രെയിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടം വരെയുള്ള ബിസിയുടെ സ്റ്റാറ്റസാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം കാണിച്ചിരിക്കുന്നത്. സോ ഇത് സ്വിറ്റ്സർലൻഡിൽ വരുന്നവർക്ക് എപ്പോഴും യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. ജേണി ഇൻഫർമേഷനാണ് ശരിക്കും. പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ മാപ്പ് എടുക്കുവാണെങ്കിൽ, നമ്മൾ മാപ്പിൽ കറണ്ട് ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സൂരജിലെ ട്രെയിൻ ട്രാൻസ്പോർട്ടേഷൻ, ബസ് ട്രാൻസ്പോർട്ടേഷൻ മുതലായ കാര്യങ്ങളൊക്കെ സൂം ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും. ഇത് ബോട്ട് റൈഡിൻ്റെ റൗട്ട് മാപ്പാണ്. സോ ഈ ആപ്പ് നിങ്ങൾ ആക്ച്വലി വരുന്നവർക്കുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ഇവിടുന്ന് ബേണിൽ നിന്ന് നേരെ സൂരജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പം ബേണിലെത്തിയിരിക്കുകയാണ്. ബേൺ ലൈക്ക് ഫുള്ളി കവേർഡ് ആയിട്ടൊരു ട്രെയിൻ സ്റ്റേഷനാണ്. എത്തിയതുകൊണ്ട് ബേൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാപിറ്റലാണ്. അവിടെ സ്വിറ്റ്സർലൻഡിൻ്റെ ക്യാപിറ്റൽ ബേണാണ്. പക്ഷേ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് ചാടുന്ന പൊതുവേ സൂറിക്കിലാണ്. നമ്മൾ വന്ന് ഈ ആദ്യം ജനുവയിലാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് സൂറിക്കിലേക്ക് പോകുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. നല്ല തിരക്കുള്ളൊരു സ്ഥലമാട്ടോ. എനിക്കിതെല്ലാം ക്യാപിറ്റലല്ലേ, അങ്ങ് അറ്റം വരെ. അതെ, എത്ര പ്ലാറ്റ്ഫോം വന്നു, ഒത്തിരി ആൾക്കാരും ഉണ്ട്. നമ്മൾ ഇന്റർലാഗനിലൊക്കെ ഇത്രയും ആൾക്കാരില്ലായിരുന്നു. നമ്മളിതേ നമ്മുടെ ഹോട്ടലിൽ വന്നു. തടിയുടെ കാർഡാട്ടോ, ആദ്യമായിട്ടാണ് തടിയുടെ കാർഡ് കാണുന്നത്. സോ വരുന്ന വഴിക്ക് റെയിൻ സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരുന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്തു വന്നാലും. സോ 409ാമത്തെ മുറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാർഡിടാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെട്ടിയും കിടക്കി കയറിയൊക്കെ പോകുന്നു. നേരത്തെ ഇതിന് മുമ്പത്തെ ഹോളിഡേനെ കഴിഞ്ഞ് കുറച്ചും കൂടെ വലിയ മുറിയാണ്, അത്രേ ഉള്ളൂ. ബാത്റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇതിന് ഡോറുള്ള ബാത്റൂമാണ്, കുഴപ്പമില്ല. ഇതെന്നത് അത്രേ ഉള്ളൂ. ആക്ച്വലി ടോയ്ലറ്റാണ്. സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ഐഡിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നു അപ്പുറത്തെ മുറിയിലേക്കുള്ളതായിരിക്കണം. അതെ, വലിയൊരു ടി വി ഉണ്ട്. ഇവിടെ പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാം ഇൻ്റർനാഷണൽ പ്ലഗാണ്. സോ സമാധാനം, നമുക്ക് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ പെട്ടിയുമായി ഞാൻ കഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിലവിൽ സൂറിച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്റർലാഗനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് സൂറിച്ച് വരെ എത്തി. നമുക്കിനി ഇവിടെ 2 ദിവസമാണ് നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടന് പോകാനാണ് പ്ലാൻ. അത് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്, ഇതുവരെ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ സൂറിച്ചിൽ നമ്മൾ മെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിൻ മാറി കയറിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്.
സൂറിച്ച് ഹബിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന പ്ലാറ്റ്ഫോം 41 വലിയ സ്റ്റേഷനാണ്, ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നാളെ നമുക്ക് പോകുമ്പോൾ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ നമ്മളങ്ങനെ എന്താണെങ്കിലും ഇന്റർലാക്കിനോട് കൂടെ പറഞ്ഞ് നമ്മൾ സൂറച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സൂറച്ചിലെ വിശേഷങ്ങൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൂറച്ചിലെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.